മറ്റാരുണ്ട് LDF അല്ലാതെ? നമ്മൾ ഈ ചൂടത്തൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് അകത്ത് തണുപ്പിലിരുന്ന് പണിയെടുക്കുന്ന ചില മനുഷ്യരുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ചില ബിസിനസ്സുകാരാണെങ്കിലും. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന് ചൂടൊക്കെ? ചൂടൊക്കെ അത്യാവശ്യമുണ്ട്. ചൂട് അത്യാവശ്യമുണ്ടോ? നല്ല ചൂട്. എല്ലാവരും ഈ നാട്ടുകാരാണോ? അല്ല, ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർക്ക് എന്താ അവസ്ഥ? കനത്ത മത്സരമാണെന്ന് കേട്ടു. അതെ, നല്ല മത്സരം. കുറഞ്ഞ പോരാട്ടമാണ് തൃശ്ശൂരിലും. അതെ അതെ. പുറത്ത് എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടുണ്ട്. നല്ല ചൂടാ. തെരഞ്ഞെടുപ്പിന് ചൂടോ? അതും നല്ല ചൂടുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? എവിടെയാ മണ്ഡലം? ഇവിടെ ആനേറയാണ്. ആനേറ എന്ന് പറയുമ്പോ ഏത് സ്ഥലം? കടകംപള്ളി. ആനേറ എന്ന് പറഞ്ഞാൽ കടകംപള്ളി എന്നാ പറയുന്നത്. അപ്പൊ തന്നെ മനസ്സിലായി അവിടെ ആർക്കാണെന്ന്. എന്താണ് മാനേജരെ, സുഖമാണോ? എങ്ങനെ പോകുന്നു മൊത്തത്തിലുള്ള അന്തരീക്ഷം? കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടമുണ്ട്. ചൂടായതുകൊണ്ട് AC സെയിലുണ്ട് അത്യാവശ്യം. അത് ശരി. അപ്പൊ അതാണ് ചൂടായാൽ മഴയായാലും അപ്പം നിങ്ങൾ കൊടുക്കും. മഴയായാലും ഗീസർ AC കൊടുക്കും. ചൂടായാൽ AC, മഴയായാൽ ഗീസർ അല്ലേ? അപ്പൊ ഉഷാറാണല്ലോ. എവിടെയാ മണ്ഡലം? നേമത്താണ്. അടുത്ത പോരാട്ടമാണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ പോരാട്ടം. പ്രവചനാതീതമാണോ? അതെ. നേമത്ത്? അതെ. ഓക്കെ. എവിടെ ചേട്ടാ സ്ഥലം? എവിടെയാ? ഇവിടെ പ്രാവശ്യമ്പലം. നേമത്താണോ? നേമത്താണ്. ആരടിച്ചു കയറി വരും? നോക്കാം. എങ്ങനെയുണ്ട് മത്സരമൊക്കെ? തെരഞ്ഞെടുപ്പ് സൂപ്പറാണ്. നല്ല അന്തരീക്ഷത്തിന് നല്ല ചൂടുണ്ട് അല്ലേ? തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ എന്താ അഭിപ്രായം? എവിടെ, ഏത് മണ്ഡല ചേട്ടൻ? നിയമം. നിങ്ങളെല്ലാവരും നേമത്തു നിന്നുള്ളവരാണോ? ഇവിടെ എവിടെയാ? കരമനയാണ്. ഇത് കരമന എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രല് അല്ലേ? അവിടെ ആർക്കാ സാധ്യത? അങ്ങനെ ചോദിച്ചാൽ ഏറ്റവും നല്ല ആൾക്ക് കിട്ടും. അങ്ങനെ ആണല്ലോ നമ്മൾ കരുതുക. അവിടുത്തെ ഏറ്റവും നല്ല ആളാരാ? അത് ക്ലിയർ ആയിട്ട് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ? ഓക്കെ. അപ്പം വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പലരും. ഈ കച്ചവടക്കാർക്ക് തുറന്നു പറയുന്നതിനകത്തൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ? തുറന്നു പറഞ്ഞാൽ ചില പ്രശ്നമാണ്. അധികാരത്തിൽ ആര് വരുന്നു എന്നുള്ള പ്രശ്നമാണോ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങോട്ട് പോകുന്നു? ഹോസ്പിറ്റൽ വരെ പോകണം. ഹോസ്പിറ്റലില്? എവിടെയോ? കണ്ണാശുപത്രി. മറ്റേ സർക്കാർ കണ്ണാശുപത്രി. എങ്ങനെയുണ്ട് സർക്കാർ കണ്ണാശുപത്രിയൊക്കെ? സർക്കാരിന്റെ പൊതുവെ ആരോഗ്യ മേഖല മോശമാണെന്നാണല്ലോ പ്രതിപക്ഷം പറയുന്നത്. ചുമ്മാ പറയണേ. ആശുപത്രി വെന്റിലേറ്ററിലാണെന്നാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ പോയി കണ്ടു നോക്കണം. ആണോ? മികച്ചതാണ്. അപ്പൊ സർക്കാർ മാറേണ്ട കാര്യമില്ലെന്നാണ്? ഒരു കാര്യമില്ല, വേണ്ട. പക്ഷെ 10 വർഷമായില്ലേ? ഒരു മടുപ്പില്ലേ? ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെയാണ്. സർക്കാർ ഉള്ളത് കൊണ്ടാണ് ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആണോ? അപ്പൊ സർക്കാർ മാറൂല? ഒരിക്കലും മാറും. തുടരും. ആണോ? എത്ര ഉറപ്പാണോ? ഉറപ്പാണ്. ചേട്ടൻ പാർട്ടി മെമ്പറാണോ? അല്ല. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ സർക്കാരിനെ. നുണയല്ലേ പറയുള്ളൂ. ആണോ? ഇവിടെ മന്ത്രി ശിവൻകുട്ടിയെ കുറിച്ച് പറഞ്ഞു നിയമസഭ എന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രി ആരായിരുന്നു? ശിവൻകുട്ടി. ആണോ? നേമത്താണോ വോട്ട്? അല്ല. പിന്നെ എവിടെയാ? തിരുവനന്തപുരം സെൻട്രലാണ്. അതെ. അവിടെ ഇത്തവണ ആര് ചെയ്യും? സുധീർ കരമന. ഓക്കെ. അപ്പൊ പ്രതികരണങ്ങൾ ഒരുപാടുണ്ട്. എന്താണ്? വെള്ളമുണ്ട്. അത് നല്ലതാ. ഈ ചൂടത്ത് ചേട്ടൻ കൂടി ഒരു വെള്ളം കുടിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് കുറച്ച് വെള്ളം തന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര. ആര് ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനൊപ്പം